ഇതൊന്ന് നോക്കിക്കേ, എൻ്റെ ചീര കണ്ടോ? ഒരു പുഴുവോ പ്രാണിയോ ഒന്നും തന്നെ കാണാനില്ല. നല്ല ഫ്രഷായിട്ടുള്ള ഇലകൾ, ഒന്ന് കഴുകുക പോലും വേണ്ട, അത്ര വൃത്തിയായിട്ട് നമുക്കതെടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഞാനിവിടെ യാതൊരുവിധ കീടനാശിനികളും ഉപയോഗിച്ചിട്ടില്ല. ചെറിയ ചെറിയ ടിപ്പുകൾ ഇടയ്ക്കൊക്കെ ഒന്ന് കൊടുക്കും, അത്രയേ ഉള്ളൂ. അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. ഞാനിപ്പം വെള്ളം ഒഴിച്ചിട്ടില്ല. രാവിലെ 8 മണിയൊക്കെ ആയി. ശരിക്കും പറഞ്ഞാൽ രാവിലെയാണ് എല്ലാവരും തന്നെ നമ്മൾ വെള്ളം ഒഴിക്കാറ് പതിവ്. പക്ഷെ ഞാൻ നോക്കിയപ്പം മണ്ണൊക്കെ കണ്ടോ, നല്ല ഡ്രൈ ആയിട്ടായിരിക്കും. ഇന്നലെ വൈകുന്നേരം വെള്ളം കൊടുത്ത് തന്നിട്ടും. അപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കുമാണ് ഞാൻ വെള്ളം കൊടുക്കുന്നത്. കാരണം ഈ ദാഹിച്ചിരിക്കുമ്പോൾ വേണമല്ലോ വെള്ളം കൊടുക്കാനായിട്ട്. ഇത് നമ്മൾ രാവിലെ തന്നെ അതിരാവിലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇത് വേണ്ടതെല്ലാം അങ്ങോട്ട് വാടി നിൽക്കും. മണ്ണിലാണ് നട്ടിരിക്കുന്നത്. ഇത് വെട്ടുകത്തിപ്പയറെന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ നട്ടപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, ഇത് അങ്ങ് മുകളിലേക്ക് കയറിപ്പോകും, മരത്തിൻ്റെ അങ്ങ് മണ്ട വരെ പോകും, അവിടെ പോയി കിടന്നുണ്ടായാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു വെള്ള നിറത്തിലുള്ള പയറായിരുന്നു. വെട്ടുകത്തിപ്പയർ, വാളമരപ്പയർ, അങ്ങനെയൊക്കെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്നൊരു പയറാണിത്. എന്തായാലും ഇത് വളരെ നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒന്നാണ്. കാരണം മുട്ടുവേദനയ്ക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് ഞാനിപ്പോൾ ഈ കണ്ട പയറാണിത്. അത് അതിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഒരു 5 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഞാൻ ഇതുപോലെ എല്ലാം കൊണ്ടിട്ട് കത്തിക്കുന്ന സ്ഥലമായിരുന്നേ. അപ്പോൾ ചാരമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങ് വൃത്തിയാക്കിയിട്ട് ഒരു തടം പോലെ എടുത്ത് വെള്ളം നന്നായിട്ട് അങ്ങ് ഒഴിച്ചതിന് ശേഷം ആ തടത്തിലേക്കാണ് ഞാൻ ഈ 5 കുരു ഉണ്ടായിരുന്നു, 5 കുരു അങ്ങ് പാകി കൊടുക്കുക ചെയ്തത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു. അതാണ് ഇപ്പോൾ അതേ വന്നിരിക്കുന്നത് കണ്ടോ. അപ്പം പയ്യെ പൂവൊക്കെ ഇടാൻ മുട്ടിട്ട് തുടങ്ങി. ഇതിൻ്റെ ഇല ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമേ തന്നെ ചീരയ്ക്കൊരു ഇത് കൊടുത്തായിരുന്നു, പുഴുവൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് വേപ്പെണ്ണയും പുൽത്തൈലവും കൂടി ആയിരുന്നു. അത് രണ്ടും ഇച്ചിരി സ്ട്രോങ് ആയിപ്പോയി. കാരണം വേപ്പെണ്ണയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിസ്സാരക്കാരനല്ല. അപ്പോൾ കട്ടി കൂടിയാൽ അത് പ്രശ്നം തന്നെയാണ്. കാരണം അങ്ങനെ ഞാനൊരു ബ്രഷിനാണ് അടിച്ചത്. കുറച്ച് നീട്ടിയെടുക്കണമായിരുന്നു. അത് കാരണം ഇലയ്ക്കൊക്കെ വീണ സ്ഥലത്തൊക്കെ ഇലയ്ക്കൊക്കെ ഇങ്ങനെ ഒരു പുള്ളിക്കുത്ത് പോലെ വീണിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് പയ്യെ പൂവിട്ട് തുടങ്ങി. എല്ലാവരും പറഞ്ഞു ഇതങ്ങ് മരത്തിൻ്റെ മണ്ടയ്ക്ക് വരെ പോകും എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് പല ടൈപ്പുണ്ട്. ഇതൊരു 5-8 ടൈപ്പുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ച വെള്ള കളറുള്ള കായില്ലേ, അതാണെങ്കിലാണ് ഇതുപോലെ കുറ്റിയായിട്ട് ഒത്തിരി അങ്ങ് പൊങ്ങിപ്പോവില്ല, കുറച്ചൊക്കെ വള്ളി വീശും, എങ്കിലും കുറ്റിയായിട്ട് നിന്ന് തന്നെ ഉണ്ടാവും. മറ്റേതെന്ന് വെച്ചാൽ വലിയ കൊന്നത്തെങ്ങിൻ്റെ മണ്ടയ്ക്ക് വരെ പോയി കിടന്ന് വലിയ പയർ, വലിയ ആനക്കൊമ്പിൻ്റെ വലിപ്പമുള്ള പയറുകളുണ്ടായി കിടക്കും. നല്ല പയറൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്കത് പറിച്ചെടുക്കാൻ സാധിക്കില്ല. അതിനെ കയറ്റി വിടാനും ചെറിയ പന്തലൊന്നും പോരാ, അതാണ് പ്രത്യേകത. പിന്നെ ഇത് കട്ടുള്ള പയറും ഉണ്ട് കേട്ടോ, അതും ശ്രദ്ധിക്കണം എപ്പോഴും. ഇത് കണ്ടോ, ഇത് നമ്മുടെ ചീരയാണ്. ചീരയ്ക്ക് ഞാനെല്ലാം ജൈവം തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ജൈവവളം ഈ പിണ്ണാക്കിൻ്റെ വളയില്ലേ, കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാനങ്ങ് കോരി ഒഴിക്കും. അങ്ങനെ വളമായിട്ട് അങ്ങനെ കൊടുക്കും. പിന്നെ ഇടയ്ക്ക് ഒരു 4-5 ദിവസം കൂടുമ്പോൾ എന്താ ചെയ്യുന്നറിയാവോ, എനിക്ക് പുൽത്തൈലം ഇരിപ്പുണ്ട്. പുൽത്തൈലം ഒരു 1 ലിറ്റർ വെള്ളത്തിലേക്ക് സ്പ്രേ ചെയ്യുന്ന കുപ്പിയിലേക്ക് ഒരു 2 ml അത്രയൊക്കെ എടുക്കുകയുള്ളൂ. നല്ല വാസനയല്ലേ. അത് വേറൊരാവശ്യത്തിന് വാങ്ങിച്ചു വെച്ചതാണ്. ഞാൻ അതങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കും. 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 2 ml ഒഴിച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട പ്രാണികളൊന്നും വരത്തില്ല കേട്ടോ. അപ്പം ഇത് കണ്ടില്ലേ, ഇതൊക്കെ നിൽക്കുന്നുണ്ട്, ഇതിലൊക്കെ ഞാൻ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പം അങ്ങനെ വരുമ്പം പ്രാണികളുടെ ശല്യമൊന്നും കാണുന്നില്ല. പിന്നെ ഇപ്പം ശക്തമായിട്ട് വല്ലതും വരുവാണെങ്കിൽ ഞാൻ കരുതിയാണ് ഇരിക്കുന്നത്, കഞ്ഞിവെള്ളമൊക്കെ ചാരവും കൂടെ കൂട്ടിയൊക്കെ തളിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്നാണ് പറയുന്നത്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്നായിരിക്കും ഒരു ദിവസം ഇതൊക്കെ വരുന്നത്. ഇതേ തക്കാളി ഉണ്ടായി തുടങ്ങി. ഇതല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എല്ലാവരും നമ്മളൊക്കെ എല്ലാവരും വിചാരിച്ച, എനിക്ക് കൃഷിയെക്കുറിച്ച് ഒരു പരിചയമുള്ള ആളല്ല ഞാൻ, വെറുതെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. ഞാൻ ഈ പുൽത്തൈലമൊക്കെ ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും സക്സസ് ആണ്. പുൽത്തൈലം ഒരിക്കലും ഒരു ദോഷമുള്ള സാധനമല്ല. ഇതെനിക്കിപ്പോൾ ഈ ചീര പറിച്ചാൽ തന്നെ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഞാൻ സമാധാനത്തിന് വേണ്ടി വെള്ളത്തിലൊന്ന് ഒലച്ച് ഇങ്ങെടുക്കുകയുള്ളൂ. നല്ല ഫ്രഷായിട്ടുള്ള ഇലയാണ്, ഒരു ഇല പോലും പോയിട്ടില്ല. പക്ഷേ നോക്കിയിരുന്നില്ലെങ്കിൽ എപ്പോൾ വേണേലും ഇത് വരാം. ഇപ്പോൾ ഒരു 4-5 ദിവസം കൂടുമ്പം ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാസന കാരണം ഒരുമാതിരിപ്പെട്ട പ്രാണികളൊന്നും തന്നെ വരത്തില്ല. അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്നെപ്പോലെ ഒരു പരിചയമില്ലാത്തവർക്കും നല്ല സുഖമായിട്ട് ഇതുപോലെയുള്ള കൃഷികളൊക്കെ ചെയ്യാൻ. പയർ വളർന്നു വരുന്നുണ്ട്. ഇതിനും ഇതുപോലെ തന്നെ ഉറുമ്പൊക്കെ വന്നായിരുന്നു, അപ്പോഴും ഞാൻ ഇതാണ് ചെയ്തു കൊടുത്തത്.
പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്തു, ഉറുമ്പ് വന്നപ്പോൾ ഉറുമ്പ് വരിക എന്ന് വെച്ചാൽ അതിലെ പ്രാണികൾ വന്ന് മുട്ടയിടുമ്പോഴാണ് ഉറുമ്പ് വരുന്നത്. അത് ഇതിലെല്ലാം തന്നെ വരും, തക്കാളിയിൽ വരും, പയറിൽ മെയിനായിട്ട് വരും. അപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ അബിയു എന്ന് പറയുന്ന മരത്തേൽ കുറേ നീറിൻ്റെ കൂടുണ്ടായിരുന്നു. ആ നീറിൻ്റെ കൂടെടുത്ത് ഈ പയറിൻ്റെ ഇടയ്ക്കേക്ക് കൊണ്ടിട്ടു. അങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പയറിൻ്റെ ഇലയുടെ ഇടയ്ക്കൂടെ നീറ് കയറാൻ തുടങ്ങിയപ്പം അതിൻ്റെ ശല്യം കുറച്ച് കുറഞ്ഞു. പിന്നെ ഞാൻ പുൽത്തൈലം അടിച്ചു കൊടുത്തു കേട്ടോ. അപ്പം അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചാൽ നല്ല ഫ്രഷായിട്ടുള്ള ചീരയിലകൾ വാങ്ങിക്കാതെ സുഖമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഞാനിതിപ്പം ഒരു 3 എണ്ണം ഒരുമിച്ച് നിലത്തേക്ക് അങ്ങ് വെച്ചിരിക്കുന്നതാണ്. ഓരോന്ന് വെക്കുന്നതിലും നല്ലത് 2-3 എണ്ണം ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഗ്രോ ബാഗ് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു ഗ്രോ ബാഗിലാണെങ്കിൽ അതിൽ 2 എണ്ണം ചേർത്ത് ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. 2-3 എണ്ണം ഒരുമിച്ച് ഒരു ഗ്രോ ബാഗിൽ 2ആയിട്ട് വെക്കും. 2 എണ്ണം വെച്ചിട്ട് രണ്ടിടത്തായിട്ട് ഈ പറയുന്ന പോലെ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ ഇടയ്ക്ക് നല്ല നീട്ടി ഒരു 2 ദിവസം ഒരുമിച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നീട്ടി അങ്ങ് ഒഴിക്കുന്നത്. കാരണം സ്ട്രോങ് ആയതുകൊണ്ട് എങ്ങാനും വാടിപ്പോയെങ്കിൽ പിന്നെ അതും ആയില്ലേ. അപ്പം അങ്ങനെ അത് മാത്രമേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പുൽത്തൈലത്തിൻ്റെ സ്പ്രേ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ വരാറുള്ളൂ. പിന്നെ നമ്മൾ നോക്കിയിരിക്കണം. എനിക്കിപ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ചീര വളർത്തിയെടുക്കാവുന്നത്. അതുപോലെ ഈ വഴുതനയ്ക്ക് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് തന്നെ എല്ലായിടത്തും കൊടുക്കാറുണ്ട്. പിന്നെ വഴുതനയ്ക്ക് ഇടയ്ക്ക് ഞാൻ കഞ്ഞിവെള്ളം മെയിനായിട്ട് എന്തെങ്കിലും പുഴു പോലെയൊക്കെ വരുവാണെങ്കിൽ ഈ വെള്ള ഇത് വരില്ലേ, പാട് പോലെ വെള്ള പുഴുക്കളൊക്കെ വരുമ്പോഴേക്കും കഞ്ഞിവെള്ളം ഒന്ന് പുളിപ്പിച്ചിട്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്കും. തണ്ട് വഴി ഒഴിക്കും, ഇലയിലും ഒക്കെ അടിയിൽ നിന്ന് മുകളിലേക്ക് അങ്ങ് ഒഴിക്കും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പശ കാരണം അതും വരത്തില്ല.